ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം 1-2 വർഷമായിട്ടുണ്ടാവും വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നിട്ട്. അപ്പോൾ കാരണം ഞങ്ങൾക്ക് അതിന് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പഠിപ്പൊക്കെ ആയ കാരണം ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ നാട്ടിലേക്ക് ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ആയത് കാരണം ഒരു ഔട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ പഴയതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ റൂട്ടിലെ ആര്യാസ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ വെച്ചിട്ട് ജിന്നീസ് കിച്ചൺ എന്നുള്ള വ്ളോഗറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ തൊട്ട ബാക്കിലായിരുന്നു അവർ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഫാമിലിയും ഈ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഷോബയിൽ പോവായിരുന്നു പ്ലാന്. അപ്പോൾ ഷോബയിൽ ഞങ്ങൾ മോർണിംഗ് ഇറങ്ങിയ കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഷോപ്സൊക്കെ ഓപ്പൺ ആവാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം കസ്റ്റമേഴ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറേ ന്യൂ ഷോപ്സ് ലോഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറേ വർഷത്തിന് ശേഷമാണ് ഷോപ്പിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു DC ബുക്ക് സ്റ്റോഴ്സ് എന്നാണ് തോന്നുന്നത്. ആ ഷോപ്പ് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഞങ്ങൾ മുമ്മൂസോയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോൾ വഴിയെ കാണാം. സോ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഷോപ്പ്, ക്രോസ് വേൾഡ്. ഇവിടെ അടിപൊളി ബുക്സ് ആയിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയ സ്റ്റേഷനറി ഹാളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ ബുക്സും അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ആംബിയൻസ് ഉള്ള ഒരു ബുക്ക് സ്റ്റോർ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഈ ബുക്ക് സ്റ്റോറ്. അവിടുന്ന് കയറി കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല. പിന്നെ അവിടെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ അവിടെ കുറേ സ്റ്റിക്കർ ബുക്സും പ്ലാനറിൻ്റെ ഒക്കെ കണ്ടു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ന്യൂ ഇയറിൻ്റെ ഒരു പ്ലാനർ ബുക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചു. സോ പിന്നെ ഞങ്ങൾ കയറിയത് മുമൂസോയിലായിരുന്നു. മീൻസ് മിനീസോയുടെ പോലത്തെ മുമൂസോ. അവിടെ കയറിയത് ഫുൾ എസ്തെറ്റിക് ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ക്യൂട്ട് സ്റ്റഫ്ഡ് ആനിമൽസ് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ കുറേ അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറേ ഓർഗനൈസേഴ്സൊക്കെ നോക്കി. പിന്നെ വിചാരിച്ച് വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചു. പിന്നെ അവിടെ അടിപൊളി ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 7 ഐറ്റംസ് എടുത്ത് കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബാഗിൻ്റെ സെക്ഷനിൽ നിന്ന് പോരാൻ തോന്നിയിരുന്നില്ല. അപ്പോൾ ഇവിടെ ക്യൂട്ടായിട്ടുള്ള ടവൽസ് ഉണ്ടായിരുന്നു. ഈ സെക്ഷനിൽ മൊത്തം മേക്കപ്പ് ഹെഡ് ബാൻഡ്സ് ആയിരുന്നു. അതിൽ എനിക്ക് ഈ ഹെഡ് ബാൻഡ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഞങ്ങൾ പോയത് DC ബുക്സിലായിരുന്നു. ഞങ്ങൾ എല്ലാ ഷോപ്സിലും ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നും അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഷോപ്സിലും ബുക്സ് തന്നെ ആയിരുന്നു. പക്ഷേ ഇവിടെ കൂടുതലും മലയാളം ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ക്രോസ് വേൾഡ് ബുക്സിൽ അധികം മലയാളം ബുക്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഷോപ്പിൽ കുറേ അടിപൊളി മലയാളം ബുക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് മാക്സിലേക്കായിരുന്നു. മാക്സിൽ കുറച്ച് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെയും 50% 30% ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സിന്. പിന്നെ അവിടെ കുറേ അടിപൊളി ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ഞങ്ങൾ അധികമൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് പോയപ്പോൾ ഒരു സ്റ്റാൾ പോലെ ഈ കുറച്ച് ആൻറ്റിക് ഫാൻസി ഷോപ്പ് കണ്ടു. ജസ്റ്റ് അല്ലാതെ ഇങ്ങനെ നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു ഈ ബാംഗിൾസൊക്കെ കാണാൻ. പിന്നെ ഈ ഹൗസ് ഡെക്കറേഷനിൽ വെക്കാൻ പറ്റുന്ന ഒരു ഗോൾഡ് ആൻഡ് സിൽവർ തീമിൽ വരുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ സുഡിയോയിൽ പോയിട്ടാണ് കുറച്ച് ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ എനിക്ക് പറ്റിയത് സുഡിയോയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ മുന്നത്തെ സ്കൂളിലത്തെ ഫ്രണ്ടിനെ കണ്ടു. പിന്നെ അവളായിട്ട് കുറച്ച് സംസാരിച്ചു. അപ്പോൾ ഇവിടെ അടിപൊളി ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു.
അവിടുന്ന് ഷോപ്പിന് ശേഷം ഞങ്ങൾ ശോഭേൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി. അവിടെ കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു, ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ന്യൂ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഷോപ്പ് ഷേവ് ഐസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറിയിട്ട് എന്തോ ജാപ്പനീസ് ഷേവ്ഡ് ഐസ് എന്ന സാധനമുണ്ട്, അതാണ് ട്രൈ നോക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതിന് 2 ഫ്ലേവേഴ്സ് വരുന്നുണ്ട് മിക്സ്ഡ് ആയിട്ട്. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്ട്രോബെറി മാംഗോ, പിന്നെ മൊജീറ്റയും ഫാഷൻ ഫ്രൂട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുനാഫ ആയിരുന്നു. 3 കിഡ്ൽ ഐറ്റംസ് ആയിരുന്നു. മസ്റ്റ് ട്രൈ എന്ന് പറയാനില്ല, എന്നാലും കിഡ്ൽ ഐറ്റംസ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. സോ പിന്നെ ഞങ്ങൾ പോയത് ഷോബയിലത്തെ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് കറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നെയ്ല പസിൽ കണ്ടപ്പോൾ പസിൽ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങൾ ചിക്കീസിൽ നിന്നായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മളുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പിസ്സ ആയിരുന്നു, 2 തരം പിസ്സ. സോ നമ്മുടെ പിസ്സ ഇതാണ്. സോ ഒന്ന് ബാർബിക്യൂ സംതിങ്ങും വേറെ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. എനിക്ക് 2 ഇഷ്ടപ്പെട്ടു, 2 ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ ഫണ്ടൂറയിൽ കയറി. അപ്പോൾ ഫണ്ടൂറയിൽ ഞങ്ങൾ അങ്ങനെ കയറാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കയറി. അപ്പോൾ അതിൽ കുറേ ഗെയിംസിൽ ഞങ്ങൾ കയറി. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, നേരെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ കുറേ ഗെയിംസ് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ VR എക്സ്പീരിയൻസ് ചെയ്തു, അടിപൊളിയായിരുന്നു. സോ ഇന്നത്തെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.